പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ന്യൂയോർക്ക് ട്രിപ്പ് കഴിഞ്ഞ് നമ്മളിന്ന് തിരിച്ചു പോവുകയാണേ. ഇപ്പോൾ രാവിലെ 6 മണിക്ക് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. 2 ദിവസം നമ്മൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ഫ്രൈഡേ വന്നു, അത് കഴിഞ്ഞ് മൺഡേ ആണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത്. മഴ തന്നെയായിരുന്നു, അത് നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ അടിപൊളിയായിരുന്നു. എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ. ന്യൂയോർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെർജീനിയയിൽ സ്റ്റേ എടുത്തായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ സ്റ്റേ എടുക്കുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. 13 hours കൊണ്ട് നമ്മളെത്തും ന്യൂയോർക്കിന്, നമ്മുടെ സവോയ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. അപ്പോൾ ഞങ്ങളവിടെ രാവിലെ വെളുപ്പിന് അവിടെ ഇറങ്ങിയപ്പോൾ ഗോപു വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് എടുക്കാൻ പോയപ്പം കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ താഴെ വന്നപ്പം അവർ എഴുന്നേറ്റിട്ട് കുറേ നേരം ആയല്ലോ, അപ്പോൾ അവർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മീര പറഞ്ഞു അവിടെ ഒരു ഫുഡ് ട്രക്ക് കൊണ്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയപ്പം എംപനാഡ എന്ന് പറഞ്ഞൊരു സ്നാക്ക് ഉണ്ട് കേട്ടോ. ഒരു സ്പാനിഷ് ഒരു സ്നാക്കാണ്, അതായത് ഒരു ബ്രെഡ് പോലെ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് അതിനകത്ത് വെജിറ്റബിൾസും മീറ്റും ഒക്കെ വെച്ചിട്ടുള്ളൊരു സ്നാക്കാട്ടോ. ഒരു ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡിനകത്ത് വരുന്നതാണ് എംപനാഡ എന്ന് പറയുന്നത്. എംപനാഡ എന്ന് ഉള്ളത് ഒരു സ്പാനിഷ് വേർഡാണ്, പക്ഷേ ഇവിടെ നമുക്ക് ഏത് സാധനം ഇങ്ങനെ കോട്ട് ചെയ്ത് കിട്ടുന്നില്ല, അതിനൊക്കെ എംപനാഡ എന്ന് പറയും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനൊരു ബൈറ്റ് എടുത്ത് നോക്കിയത്. ഇവർ ചീസ് എന്ന് പറഞ്ഞ എംപനാഡയാണ് കേട്ടോ വാങ്ങിച്ചത്, മീറ്റൊന്നും ഇല്ലായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴും മഴ തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ട് വന്ന പോലെ തന്നെ മഴയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും പോവാണേ. അപ്പം നമ്മൾ വന്ന കാറ് നമ്മൾ BMW X7 ആണ് കേട്ടോ. അത് നമ്മൾ 13 അവർ ഡ്രൈവ് ചെയ്ത് അവിടെ ചെന്നിട്ട് ഒരു ക്ഷീണമോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അതായത് നല്ല കംഫർട്ടായിരുന്നു. പുറകിൽ നമ്മൾ ഒരു സീറ്റ് ലഗേജ് വെച്ചിട്ട് ഒരു സീറ്റ് പുറകോട്ട് മാറ്റിയിട്ട് മോൻ പുറകിലിരുന്നു, ബാക്കി ഞാനും മോളും കൂടെ. അങ്ങനെ ഞങ്ങൾ മാറി മാറി 4 പേർ അങ്ങോട്ട് ഇരുന്നു. ഇടയ്ക്ക് മീര ഡ്രൈവ് ചെയ്തു, ഇടയ്ക്ക് ഗോപു ഡ്രൈവ് ചെയ്തു. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു മീൻസ് ഒരു നല്ല കംഫർട്ട് ലോങ് ഡ്രൈവിന് പറ്റിയ വണ്ടിയായിരുന്നു എനിക്ക് തോന്നി. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വരുമ്പം. അങ്ങനെ രസമായിരുന്നു, നല്ല റോഡ് ട്രിപ്പായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ ആ റോഡ് ട്രിപ്പാണ് കേട്ടോ. ഇവിടെ ന്യൂയോർക്കിൽ നിന്ന് നമ്മൾ ഷിക്കാഗോ വരെ എത്തുന്ന റോഡ് ട്രിപ്പ്. അപ്പോൾ അതിന് 2-3 ഇടയ്ക്ക് നമ്മൾ കഴിക്കാനൊക്കെ നിർത്തി കഴിച്ചത് എന്താണെന്നും ഈ റോഡ് ട്രിപ്പും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാവേ. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ഒരു വർഷം കൊണ്ട് 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു വർഷം വീഡിയോ കഴിഞ്ഞതുകൊണ്ട് ഓരോ ഡേറ്റ് കഴിയുമ്പോൾ നമ്മൾ കൂടുന്ന വാച്ച് അവർ പിന്നെയും കുറയും. കാരണം ഈ May 31 തൊട്ടാണ് അടുത്ത May 31 വരെയുള്ള വാച്ച് അവറാണ് കേട്ടോ കൂടുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഒന്ന് ഹിറ്റായാൽ മാത്രമാണ് എനിക്കൊന്ന് മോണിറ്റൈസ് ആവാൻ പറ്റത്തുള്ളൂ. മോണിറ്റൈസ് ആവാമെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൊരു യൂട്യൂബറിൻ്റെ കാറ്റഗറിയിലോട്ട് വരുന്നതാണ് കേട്ടോ. നമ്മൾ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ആകുമ്പോഴാണ് നമ്മൾ ഈ എന്താ പറയുക ഒരു യൂട്യൂബറിൻ്റെ ക്രൈറ്റീരിയയിലോട്ട് വരുന്നത്. അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ ആദ്യമായിട്ട് എന്നാണോ 1000 സബ്സ്ക്രൈബേഴ്സും ഈ 4000 വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്തിട്ട് മോണിറ്റൈസ് ആകാനുള്ള എലിജിബിലിറ്റി വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുമല്ലോ, അപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഗീവ് അവേ വെക്കണമുണ്ട് കേട്ടോ എനിക്ക്. അതാണ് എൻ്റെ ആദ്യത്തെ ഗീവ് അവേ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഞാൻ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്ന്, അതായത് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസ് ആകുന്ന സമയത്ത് ഞാനൊരു ഗീവ് അവേ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് US നിന്ന് തന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് ആരാണെന്ന് വെച്ചാലും അവർക്ക് ആ സമയത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. എൻ്റെ ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ ഒത്തിരി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് ആ ക്രൈറ്റീരിയ ഞാൻ എത്തപ്പെടുന്നതെന്ന് വെച്ചാൽ. എനിക്കറിയാം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, എന്തോ ക്ലിക്കാവുന്നില്ല, എപ്പോഴെങ്കിലും ക്ലിക്കാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ ജേർണി കണ്ടു നോക്കാവേ. അങ്ങനെ ആദ്യം നമ്മൾ എല്ലാം ഞാൻ പറഞ്ഞത് നമ്മൾ ഹൈവേ കൂടെ വരുന്ന വഴിക്ക് എക്സിറ്റ് എടുത്താൽ എല്ലാ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ടേക്ക് അവേഴ്സും കിട്ടും. മക്ഡൊണാൾഡ്സ്, സ്റ്റാർബക്സ്, ഇവർക്ക് കുറേ ഉണ്ട് കേട്ടോ. ചിക്ക്-ഫിൽ-എ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ചിപ്പോട്ട്ലെ, ഇവരുടെ കുറേ എല്ലാം കിട്ടും. പിന്നെ 7-Eleven കിട്ടും. അങ്ങനെ നമ്മൾ ആദ്യം നിർത്തിയതൊരു അങ്ങനത്തെ ഒരു സ്ഥലത്ത് എക്സിറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർബക്സിൽ കയറി കോഫിയും ക്രോസോയോ കേക്കോ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഞാനൊരു ലെമൺ കേക്കും ഒരു കോഫി നമ്മുടെ കപ്പച്ചിനോയും വാങ്ങിച്ചു. ഇവരൊക്കെ എന്തൊക്കെയോ ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നേ.
അങ്ങനെ നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ സ്റ്റാർബക്സിലെ നമുക്ക് ഇഷ്ടമുള്ള കപ്സും നമ്മുടെ സിപ്പറും അതൊക്കെ ഇങ്ങനെ കുറേ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ 50% ഓഫൊന്നും അല്ല, 50 അല്ല 40% ഓഫൊന്നും ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മളുടെ ഈ ഇന്ത്യയിൽ കിട്ടാത്ത കുറേ വെറൈറ്റി ഓഫ് സാധനങ്ങൾ കണ്ടു കേട്ടോ. അപ്പം ഞാനതിൻ്റെ പ്രൈസൊക്കെ നോക്കുമായിരുന്നു. സെയിലിട്ടെങ്കിൽ നമുക്ക് നല്ല ലാഭം ഉണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ സെയിൽ ഒരു ഇതുമില്ല കേട്ടോ. സെയിലിനും നമുക്ക് എനിക്ക് തോന്നുന്നു ആ സെയിലിൽ ഇട്ടിരിക്കുന്ന തന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ സെയിലിൽ. ബാക്കിയെല്ലാം ന്യൂ സ്റ്റോക്കാണ്. ന്യൂ സ്റ്റോക്കിനൊക്കെ ഭയങ്കര വിലയാണെന്ന് കണ്ടു കേട്ടോ. അപ്പം ഞാനതിൻ്റെ ആ ഡിഫറൻസ് ഒന്ന് നോക്കാനായിരുന്നു. നമ്മൾ ഇവിടെ വെച്ച് വാങ്ങിക്കുമ്പോൾ സ്റ്റാർബക്സിൽ നിന്ന് കണ്ടിട്ടില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നതിനൊക്കെ ഭയങ്കര വില. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ കൺഫ്യൂഷനാണ്, ഇവിടെ സ്റ്റാർബക്സ് എങ്ങനെ കോമൺ ആയിട്ടുള്ളതാണോ അതോ നമ്മുടെ അവിടുത്തെ പോലെ നമുക്കൊരു കോഫി. അപ്പം ഇവിടെ അത്ര കോമൺ അല്ല, മീൻസ് അത്ര എന്താ പറയുന്നത്, അതിന് അത്ര ചീപ്പല്ല. സ്റ്റാർബക്സ് ഒരുമാതിരി നല്ല ഇതുള്ള കോഫി തന്നെയാണ്, നല്ല എക്സ്പെൻസീവ് സൈഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു കുഴപ്പം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, മോന് റൂമിൽ ലാപ്ടോപ്പ് മറന്ന് വെച്ചിട്ട് വന്നായിരുന്നേ. അപ്പം ഞാൻ എടുത്ത് പാറ്റി വെച്ചു. അത് ഞാൻ കാറിലൊക്കെ കയറി കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പറയും എൻ്റെ ലാപ്ടോപ്പ് കണ്ടില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ആ സന്തോഷത്തിലാണ് കേട്ടോ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച ലെമൺ കേക്ക്. ഞാനൊരു കേക്കും ഒരു കോഫിയാണ് വാങ്ങിച്ചത്. ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതിന് നമ്മൾ ഒത്തിരി വഴക്ക് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ റൂമെല്ലാം ഞാനും മോനും ഒരുമിച്ചായിരുന്നു കിടന്നത്. അപ്പം ഞങ്ങൾ റൂം ലോക്ക് ചെയ്തിട്ട് വെളിയിലിറങ്ങി ഞങ്ങൾ താഴെ വന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഒരു രണ്ട് കീ കാർഡ് തരും കേട്ടോ അവിടെ. അപ്പം നമ്മൾ ഒരു കീ കാർഡ് ഞാൻ അവിടെ കൊടുത്തപ്പം മറ്റേത് കാണുന്നില്ല. അപ്പം ഞാൻ രണ്ടാമത് റൂം തുടങ്ങി ആ കീ കാർഡ് നോക്കാൻ വേണ്ടി കയറിയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ലാപ്ടോപ്പ് അവിടെ കിടക്കുന്നത് കണ്ടില്ല. അതില്ലായിരുന്നെങ്കിൽ നമ്മളവിടെ അതിട്ടിട്ട് പോന്നെ. നമ്മൾ ബെഡ് പുതച്ച് ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് അവൻ ഇറങ്ങി സുഖമായിട്ടിങ്ങനെ വന്നു. അവിടെ വന്ന് ലോബിയിൽ വന്നു. അതൊക്കെ കഴിഞ്ഞ് അപ്പോഴും ഞാൻ മിര എടുത്ത് പറഞ്ഞു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പറയണ്ട. അപ്പോഴൊന്നും ഇവൻ ഓർക്കുന്നില്ല. അത് കഴിഞ്ഞ് ഈ എംപനാഡ വാങ്ങിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് സെറ്റിലായി കഴിഞ്ഞപ്പോഴാണ് കളിക്കാൻ നോക്കിയപ്പോൾ ലാപ്ടോപ്പിലോ ലാപ്ടോപ്പ് അച്ഛ വണ്ടി നിർത്തുക. അപ്പം നമ്മൾ കാർ ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്തു, വണ്ടി നിർത്തി എനിക്ക് ലാപ്ടോപ്പ് നോക്കണം. അപ്പോൾ ഗോവ് പറഞ്ഞു ഞാൻ നോക്കത്തില്ല, എവിടെ പോയെങ്കിൽ പൊക്കോട്ടെ, അതിന് നിനക്കിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ നല്ലത് പറയും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ആകെ അപ്സെറ്റായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ സ്റ്റാർബക്സിൽ വന്ന് ഇങ്ങനെ നിന്നപ്പോഴാണ് മീര പറഞ്ഞിടാ അപ്പച്ചി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് താങ്ക് യു അപ്പച്ചി എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ വന്ന പോലെ തന്നെ അടിപൊളി മഴയായിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയത്. അങ്ങനെ കുറച്ചങ്ങ് ഡ്രൈവ് ചെയ്ത് ചെന്നപ്പോഴത്തേനും പിന്നെ ഒന്ന് മോൾക്ക് എന്തോ ഒരു വോമിറ്റിംഗ് സെൻസേഷൻ പോലെ. എനിക്കൊന്ന് അവിടുന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വാഷ്റൂമിലും കയറാമെന്ന് വെച്ചാൽ അപ്പം നമ്മൾ വേറൊരു സ്ഥലം ഡങ്കിൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇതുപോലെ എക്സിറ്റ് എടുത്തിട്ട് ഡങ്കിൻ ഡോണറ്റ്സ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ കയറി. അവിടെ നമ്മൾ ചെറിയൊരു പീച്ചിൻ്റെ ഒരു പീച്ച് കോക്കനട്ട് ബേസിലുള്ള ഒരു നമ്മുടെ സ്ലഷ് പോലത്തെ ഒരു സാധനം അത് വാങ്ങിച്ചു. പിന്നെ ഡോണറ്റ്സും ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ രണ്ടാമതൊരു സ്റ്റോപ്പും കൂടെ ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ പോയിട്ട് നേരെ എപ്പോഴാണോ വിശക്കുന്നത് അപ്പം നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് നിർത്താമെന്നുള്ള ഇതിൽ ഇങ്ങനെ അവിടെ കയറി കുറച്ച് നേരം ഒന്ന് മോളെ ഒന്ന് വൊമിറ്റിംഗ് സെൻസേഷനിൽ നിന്നൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. നടന്ന സമയത്ത് നമ്മൾ ഒരു ഡോണറ്റ് വാങ്ങിക്കാം. ഡങ്കിൻ ഡോണറ്റ് ഭയങ്കര ഫേമസ് ആണല്ലോ. ഡങ്കിൻ ഡോണറ്റ് വാങ്ങിക്കാം. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ല പീച്ചിൻ്റെ ഡ്രിങ്കും വാങ്ങിച്ചു. പിന്നെ മോൻ എന്തോ ഓണിയൻ റിങ്സ് അവിടെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്നു. ഓണിയൻ റിങ്സ് വാങ്ങിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കുറേ അങ്ങനത്തെ സ്നാക്സ് നമുക്ക് ഡിഫറെൻ്റ്. അപ്പോൾ എത്ര നമ്മൾ കഴിച്ചാലും എല്ലാം വെറൈറ്റിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എത്ര വെറൈറ്റി നമ്മൾ ട്രൈ ചെയ്താലും കുറേ ഉണ്ടല്ലോ, അങ്ങനെ തീരാൻ പോകണമെന്നില്ല. എന്നാലും എനിക്ക് പറ്റുന്നത്രയൊക്കെ ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ അവിടെ 7-Eleven ഉണ്ട് കേട്ടോ. എല്ലായിടത്തും 7-Eleven ഷോപ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിലേ കൂടെയൊക്കെ നടന്നു. അങ്ങനെയൊക്കെ നടന്നു വന്നപ്പോഴത്തേനും നമ്മുടെ ആ പീച്ച് ഡ്രിങ്ക് വന്നു കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഷുഗറിൻ്റെ ലെവൽ കുറച്ച് കുറവായിരുന്നു, ബാക്കി ഒഴിച്ചാൽ നല്ലതായിരുന്നു കേട്ടോ. ഒരു കോക്കനട്ടിൻ്റെ മിൽക്ക് എന്നൊക്കെ എഴുതിയിട്ട് എന്തോ ഒരു ഫ്ലേവർ വന്നു കേട്ടോ. നമ്മുടെ പീനാക്കൊളാഡ പോലെ വരുമെന്ന് വെച്ചാൽ അത്രയും ഫ്ലേവർ ഇല്ല. പീച്ചിൻ്റെ ഒരു ഫ്ലേവറും പിന്നെ കുറച്ച് വെള്ളത്തിൻ്റെയും ആണ് കേട്ടോ വന്നത്. ഈ പീനാക്കൊളാഡ എന്ന് പറയുമ്പോൾ അതിനകത്ത് കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ, കോക്കനട്ട് മിൽക്കാണ് അതിൽ പീനാക്കൊളാഡയ്ക്ക്. അത് പൈനാപ്പിളും കോക്കനട്ടിനുമാണ് പീനാക്കൊളാഡ എന്ന് പറഞ്ഞത്. ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷെ അതല്ല, ഒരു വെള്ളം നല്ല ഒരു ലെമൺ ടീയുടെയൊക്കെ ഒരു ലെമൺ ഐസ് ടീ ഒക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറിൽ വന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഡോണറ്റും ഒക്കെ ഒന്ന് ട്രൈ ചെയ്തു. എന്നിട്ട് പിന്നെ നമുക്ക് പിന്നെയും ജസ്റ്റ് അപ്പോൾ കുറച്ചൊന്ന് റിഫ്രഷ് ആയിട്ടോ. ഒരു അരമണിക്കൂർ അങ്ങനെ അവിടെയൊക്കെ നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നു. അപ്പോൾ ഒരു സാധനം അവിടെ നിന്ന് വാങ്ങിച്ച്. അപ്പം ഞാനിത് കഴിച്ചിട്ടില്ല കേട്ടോ, ജെർക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കവറ് മാത്രമേ കണ്ടുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് ഇത് സിപ്പപ്പാന്ന് ഓർത്തു. അപ്പം ഞാൻ ഓർത്തു ഓക്കെ സിപ്പപ്പ് കഴിക്കാം. ഞാൻ വായിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പം മീര എൻ്റെ അടുത്ത് പറയാമെന്ന് ഞാൻ നോക്കട്ടെ മധുരം ഉണ്ടോ എന്ന് വെച്ചിട്ട് മീര അത് തന്നെ എന്നെ പറ്റിക്കാനായിട്ട് ഇത് സിപ്പപ്പാന്ന് പറഞ്ഞുകൊണ്ട്
ഞാനിങ്ങനെ ജസ്റ്റ് കഴിച്ച് നോക്കിയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തന്നേ ഇത് കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴാണ് അത് പിടിച്ചപ്പോഴേക്ക് മനസ്സിലായി സിപ്പപ്പല്ല. അങ്ങനെ ഞാൻ കഴിച്ചപ്പോൾ എന്താ അത് ചൂയി ആയിട്ടുള്ള സാധനമാണ്. ജർക്കീസ് കഴിച്ചിട്ടുള്ളവർക്കറിയാം, ജസ്റ്റ് ഇങ്ങനെ സമയം പോകാനായിട്ട് ചൂ ചെയ്തിരിക്കുന്നത്. എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാനൊന്ന് പറ്റിക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ ന്യൂയോർക്ക് ഇങ്ങനെ വിട്ട് കഴിഞ്ഞപ്പം നമ്മൾ പതുക്കെ 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 സൂര്യനെ ഇങ്ങനെ കണ്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സവോയിലും നല്ല മഴ, അത് സവോയിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. അവിടെയും ഒരു മൂടലും ക്ലൗഡിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പം ഇതുപോലെ നിൽക്കുന്നുണ്ട്, പക്ഷെ മഴ പെയ്യുന്നില്ല. അങ്ങനെ ആ മഴയുടെ ആധിക്യം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് കുറഞ്ഞു കേട്ടോ. പതുക്കെ കുറച്ച് വെയിലൊക്കെ കണ്ടു വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ലതായിട്ട് പാട്ടൊക്കെ കേട്ട് അന്താക്ഷരിയൊക്കെ കളിച്ച് പിന്നെ കുറച്ച് നേരം തമാശയൊക്കെ പറഞ്ഞും അങ്ങനെയൊക്കെ ഇരുന്നിരുന്നിരുന്ന് അപ്പോൾ പലരുടെയും ചോയ്സുള്ള പാട്ട്, എല്ലാവർക്കും പല പല ചോയ്സ് ആയിരിക്കുമല്ലോ പാട്ടിന്, അതൊക്കെ ഇട്ട് ഇങ്ങനെ വരുവാണേ. അപ്പോൾ അങ്ങോട്ട് പോയതിനും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എത്തിയത്. അപ്പം നമ്മൾ എല്ലാ സ്ഥലം, അപ്പം ഞാൻ ഗോപുവിൻ്റെ അടുത്താണ്, നമ്മൾ എവിടെ പോയാലും അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് ഒത്തിരി സമയം എത്തുന്നില്ലോ. അപ്പം നമുക്കൊരു പുതിയ സിറ്റിയിൽ എത്താനുള്ള എക്സൈറ്റ്മെൻറ്റ്. ഇങ്ങോട്ട് വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴികൾ യൂസ് ടു ആയത് എന്തുകൊണ്ടോ എന്തോ ഇങ്ങോട്ട് വരുമ്പോൾ എപ്പോഴും ജേണിയെല്ലാം പെട്ടെന്ന് എത്തുന്ന പോലെ തോന്നും കേട്ടോ. അപ്പം നമുക്ക് 13 മണിക്കൂർ ഞാൻ പറഞ്ഞല്ലോ, അതൊരു കാര്യമായിട്ടേ തോന്നിയില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ അവിടെ 2 പ്രാവശ്യം സ്റ്റാർബക്സിൽ നിർത്തി, ഡങ്കിനിൽ നിർത്തി, ഇനി നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ആർക്കും വിശക്കുന്നില്ലായിരുന്നു. അപ്പോൾ 1 മണിക്ക് 2 മണിക്ക് ഒന്നല്ലൊരു എത്ര നമ്മൾ കുറേ ഇങ്ങി പോകുന്നു കേട്ടോ. എനിക്കതിന് 3 മണി 4 മണി ആയപ്പോഴായിരിക്കും കുറച്ചെല്ലാവർക്കും വിശക്കുന്നല്ലോ എന്നൊരു തോന്നൽ. അപ്പോൾ തന്നെ നമ്മൾക്ക് ഇനി അതായത് 4 മണിക്ക് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമുക്ക് 2.5 മണിക്കൂർ 7 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ വരുമെന്നുള്ള ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓർക്കണം, 2 നമ്മൾ സ്റ്റാർബക്സിൽ നിർത്തി, ഡങ്കിനിൽ നിർത്തി, പിന്നെ ഈ ചിപ്പോട്ട് ഇനി നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി ചിപ്പോട്ടിലെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ഫുഡ് ചെയിനാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന. അവിടെ നിർത്തി, അത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒത്തൻറ്റിക് ഒരു ടേക്ക് അവേ ഉണ്ട് ചിപ്പോട്ടിലെ. അവിടെ എല്ലാം ഏകദേശം ഒരുപോലെ കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അതിനകത്ത് ഒരു മെക്സിക്കൻ ഇതായതുകൊണ്ട് നമുക്ക് നമ്മുടെ ചോറും നാട്ടിലെ ചോറും കറികളും പോലെ പോകും. കാരണം അതിനകത്ത് ചോറുണ്ട്, കിഡ്നി ബീൻസിൽ നമ്മുടെ രാജ്യം പോലത്തെ എന്തോ ബീൻസ് ഉണ്ട്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ, പിന്നെ അവിടെ എല്ലാവർക്കും ഒരു ഫേമസ് സാധനമായിട്ട് ഗ്വാക്കമോളി എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ അവക്കാഡോയുടെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ലെമണൊക്കെ മിക്സ് ചെയ്ത് അത് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം, ടോഫു ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ചോയ്സാണ് കേട്ടോ, വെജീസ് ഏത് വേണം, മഷ്റൂംസ് വേണം. ഞങ്ങൾ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ആണെന്ന് അവിടുത്തെ സ്പെഷ്യൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് എവിടെ ചെന്ന് കഴിക്കണം എന്നുള്ളത് പോകുന്ന പോക്കാണ് കേട്ടോ ഇങ്ങനെ. അപ്പം ഓരോരുത്തർക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ക്യാമറയൊന്നും വെച്ചിട്ടില്ല, പക്ഷേ പോലീസ് ഇടയ്ക്കിടയ്ക്ക് കിടക്കും കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും നമ്മുടെ സ്പീഡ് ലിമിറ്റ് കൂട്ടുന്ന അത് നമുക്കറിയാൻ പറ്റത്തില്ല എവിടെയാണെന്ന്. അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്പീഡ് ലിമിറ്റ്. അതിന് ഓവറായാൽ ഈ പോലീസ് അവിടെ വണ്ടിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നമ്മുടെ പുറകെ ലൈറ്റ് അടിച്ച് ഓൺ അടിച്ച് ഓടി വന്നിട്ട് ജസ്റ്റ് നമ്മളെ ഓവർടേക്ക് ചെയ്തിട്ട് വണ്ടി നിർത്തും. ലൈറ്റ് ഇങ്ങനെ സൈറൻ പോലെ സൈറനും അടിക്കും, ലൈറ്റും കത്തും. അത് ഞങ്ങനെ നിർത്തിയിട്ട് നമ്മളെ വിളിച്ചിട്ട് അവർ ഫൈൻ എഴുതി തരികയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. അത് നമ്മുടെ നാട്ടിലെ പോലെ ക്യാമറ എല്ലായിടത്തും ഒന്നും വെച്ചിട്ടില്ല. ചില മെയിൻ ജംഗ്ഷനിൽ മാത്രമുണ്ട്, അല്ലാത്തടത്തെല്ലാം ഇങ്ങനെ പോലീസ് ഇങ്ങനെ മീൻസ് ഒരു ഹിഡൻ പ്ലേസസ് പോലെ അവിടെ ഇങ്ങനെ കിടക്കും. നമ്മൾ ജസ്റ്റ് പെട്ട് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്, അറിയാൻ പറ്റത്തില്ല എവിടെയാണ് പോലീസ് നിൽക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഹൈവേസിലൊക്കെ റൂള് ഞാൻ കണ്ടതല്ലാതെ എല്ലായിടത്തും ക്യാമറയൊന്നുമില്ല, പോലീസാണ് ഒളിച്ച് നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ചിപ്പോട്ടിലെ എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ചിപ്പോട്ടിലെ. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവാണ്. ഇവിടെ മോനൊക്കെ ഇവിടെ US വന്നിട്ട് മിക്കവാറും ഇത് തന്നെയാണ് കഴിക്കുന്നത്. അവൻ പറഞ്ഞു എനിക്ക് നല്ല ഫില്ലിങ്ങുമാണ്, അത്ര എക്സ്പെൻസീവും അല്ല, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് നിറയുമല്ലോ, കാരണം ഒത്തിരിയും ക്വാണ്ടിറ്റിയിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഈ ടീനേജേഴ്സിനും ഇങ്ങനെ നമ്മുടെ ബോയ്സിൻ്റെ ഏജുള്ളവർക്കൊക്കെ ഒരു മീൽ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുന്ന പോലെ ചെയ്യും. അത്ര എക്സ്പെൻസീവ് അല്ല, എല്ലായിടത്തും ഇതിൻ്റെ ടേക്ക് അവേ ഉണ്ട് താനും കേട്ടോ. അങ്ങനെ എനിക്കതൊരു 4 മണിയായപ്പോഴാണ് നമ്മളവിടെ ചെന്ന്. അപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് വിശന്നു, വാഷ്റൂമിൽ പോകണം. ഇവിടുത്തെ വാഷ്റൂംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല നീറ്റാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, വെള്ളം താഴെ അങ്ങ് ഒഴിക്കുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എത്ര പബ്ലിക്, അതായത് നമ്മളിങ്ങനെ പോകുമ്പോൾ സ്റ്റാർബക്സിൻ്റെ അവിടെ, നമ്മൾ ഡങ്കിൻ ഡോണറ്റ്സിൻ്റെ അവിടെ കയറിയപ്പോഴും മറ്റിടത്ത് ആദ്യം നമ്മൾ കയറിയെടുത്ത് എല്ലായിടത്തും വാഷ്റൂമിൽ പോയി വാഷ്റൂം നല്ല എക്സ്ട്രാ സ്പിക്ക് ആൻഡ് സ്പാൻ, നല്ല ക്ലീനും നല്ല സ്മെല്ലും, ഒരു കുഴപ്പവും വന്നില്ല കേട്ടോ. ഇത്ര നമ്മൾ റോഡ് ട്രിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രോബ്ലം തരുന്നത് നമ്മുടെ ഇതാണല്ലോ, എന്താ പറയുന്നത്, വാഷ്റൂംസ് ആണല്ലോ. നമ്മുടെ ഇന്ത്യയിൽ റോഡ് ട്രിപ്പ് ചെയ്യാനേ പറ്റത്തില്ല. ആ നോർത്തിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പെട്രോൾ പമ്പിലാണ് നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യുന്നത്, അത് ഭയങ്കര വൃത്തികേടായിരിക്കും എല്ലായിടത്തും. ഇവിടെ അതില്ല കേട്ടോ, വാഷ്റൂംസ് നല്ല നീറ്റ്. അപ്പോൾ മോൻ നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ്, അതായത് ബേസ് അവർ ചോറും വാങ്ങി ടാക്കോയും വാങ്ങിക്കാൻ തോന്നും. നമ്മൾ ചോറാണ് വാങ്ങിയത്. പിന്നെ നമുക്ക് കണ്ടില്ലേ ചിപ്പോട്ടിലെ ഹണി ചിക്കൻ,
ലിമിറ്റഡ് ടൈം ഉള്ളി അവരതായിരുന്നു. അങ്ങനെ ഓരോന്നും നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഫില്ല് ചെയ്യിക്കാം. ബേസ് സെയിം ആയിരിക്കും. ഇതാണ് നമ്മുടെ സിലാൻട്രോ, ലൈം, കണ്ടോ ഗ്വാക്കമോളി എന്ന് എഴുതിയേക്കുന്നത്, അതിൻ്റെ മിക്സ് ഉണ്ട്. അങ്ങനെ പല ഉണ്ട്. ഓരോന്നും നമ്മൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ പൈസ അതിനകത്ത് ആഡ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ബേസ് വാങ്ങിച്ച് ബേസിനൊരു പൈസയുണ്ട്, പിന്നെ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന സാധനത്തിനനുസരിച്ച് അതിൻ്റെ, അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ബോൾ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിന് ചീസ് ഇടാം, അതിനകത്ത് ഗ്വാക്കമോളി, ലൈം, ഇത് കണ്ടോ ഇതൊക്കെ അതിന് നമ്മൾ ഹണി ഗ്ലേസ്ഡ് ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഗ്വാക്കമോളി മോനിട്ടു, ഞാനിട്ടില്ല. പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ, അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഞാൻ ഈ സാധനം കഴിക്കാൻ പോണത്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് തുറന്ന് വരുമ്പോൾ ഇരിക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ടേക്ക് അവേ പോലെയാണ് അവർ നമ്മൾ അവിടെ നിന്ന് കഴിക്കാനാണെങ്കിൽ തരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവൻ്റെ മിക്സ് ചെയ്യിച്ച് ബേബി സ്പിനച്ചും ഗ്വാക്കമോളി ഇവനുണ്ടെന്നു. അപ്പോൾ അവന് വിശന്ന് നന്നായിട്ടിരിക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ മൊസറല്ല ചീസാണോ അതോ ചെഡർ ചീസാണോ, അത് ചീസ് ഇട്ടിട്ടുണ്ട്. അവൻ്റെ ചോയ്സിനനുസരിച്ച് ചീസൊക്കെ. അപ്പം ഞാനതിങ്ങനെ ആദ്യമായിട്ട് ജെർക്കി കഴിച്ച് ഇഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ചിപ്പോട്ലയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാൻ പോകണം കേട്ടോ. എൻ്റെ മുടിയൊന്നും നോക്കണ്ട, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീടെത്താറായി അറിയാമല്ലോ. രാവിലെ നമ്മൾ ഇറങ്ങി ഒരു യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു മോയ്സ്ചറൈസർ അല്ലാതെ ഒന്നുമില്ല, അത് മുടിയെല്ലാം കൂടെ മീൻസ് അത്രയായാലും നമ്മൾ ടയേർഡായിട്ടാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ പറയായിരുന്നു, നമ്മൾ ഈ യാത്രയെല്ലാം ചെയ്തിട്ടും ഒരു ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ നമ്മുടെ അടുത്ത ഇവർക്ക് ഇവിടെ ഒരു വീടും കൂടെ ഉണ്ട്, അതായത് 2 വീടുണ്ട്. അപ്പം നമ്മളപ്പുറത്ത് മീരയാണ് അവിടെ താമസിക്കുന്നത്, മീരയുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ആ വീട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പിറ്റേ ദിവസം പോയത്. അപ്പോഴൊക്കെ ഒരു ക്ഷീണവും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഹോം ടൂർ എടുക്കാം, അവിടെ ചെന്നിട്ട് ഹോം ടൂർ എടുക്കാം. ഈ വീട് നമ്മളെപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇനി നമ്മൾ കുറച്ച് ദിവസത്തേക്ക് അവിടെ ആയിരിക്കും. അവിടുത്തെ ഹോം ടൂർ ഞാൻ ചെയ്യാം കേട്ടോ. അത് ഈ വീട് ആദ്യത്തെ വീടാണ്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വാങ്ങിച്ചതാണ് അവിടുത്തെ വീട്. അപ്പോൾ അത് കുറച്ചും കൂടെ പുതിയ വീടാണ്. അപ്പോൾ അതിൻ്റെ ഹോം ടൂർ ഞാൻ ചെയ്യാവേ. ഇതിൻ്റെ വേണമെങ്കിൽ ഇതും ചെയ്യാം, ആദ്യം അത് ചെയ്യാം, അത് കഴിഞ്ഞ് ഇനി നമ്മൾ സമയമുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് 1 മാസം കഴിഞ്ഞു, ഇനി നമ്മളൊരു 1 മാസം 1.5 മാസം കൂടെ ഉണ്ട് കേട്ടോ. അപ്പം എന്ത് ഹോം ടൂർ വേണമെങ്കിലും ഒക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ ചിപ്പോട്ടിലൊക്കെ കഴിച്ച് ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ അതേ നോക്കിയപ്പോൾ പോകുന്നുണ്ടോ ഒരു വെറ്ററൻ, അന്ന് നമ്മുടെ മെമ്മോറിയൽ ഡേയുടെ അന്നാണ് കേട്ടോ ഇത്. പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരാളിങ്ങനെ കണ്ടോ, സ്കെലിറ്റൺ ആണ് കേട്ടോ പുറകെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അയാളിങ്ങനെ ഹായ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.